കേരള നവോത്ഥാന ചരിത്രത്തിൽ ഗുരുവായൂർ സത്യാഗ്രഹം തെളിച്ച വിളക്ക് കേരള ജനതയ്ക്ക് നൽകിയ ഊർജം ചെറുതായിരുന്നില്ല. വൈക്കത്തേത് താഴ്ന്ന ജാതിക്കാരന് വഴി നടക്കാൻ നടത്തിയതെങ്കിൽ ഗുരുവായൂരിലേത് ക്ഷേത്രപ്രവേശനമായിരുന്നു ലക്ഷ്യം. 1931 കെ കേളപ്പൻ സെക്രട്ടറിയായും മന്നത്ത് പത്മനാഭൻ പ്രസിഡന്റായും ഒരു സത്യാഗ്രഹ കമ്മിറ്റി നിലവിൽ വന്നു. 1931 നവംബർ 1 KPCCയുടെ നേതൃത്വത്തിൽ സത്യാഗ്രഹം ആരംഭിച്ചു. സത്യാഗ്രഹികൾ ക്ഷേത്രത്തിൽ പ്രവേശിക്കാതിരിക്കാൻ ക്ഷേത്രാധികാരി സാമൂതിരി പോലീസിനെ ഉപയോഗിച്ച് സമരക്കാരെ ക്രൂരമായി മർദ്ദിച്ചെങ്കിലും ലക്ഷ്യം നേടുന്നതുവരെ സത്യാഗ്രഹം തുടരാൻ നേതാക്കൾ ഉറച്ച തീരുമാനമെടുത്തിരുന്നു. 1932 സെപ്റ്റംബർ 22 മുതൽ ഒക്ടോബർ 2 വരെ ക്ഷേത്ര മതിൽക്കെട്ടിന് പുറത്ത് കെ കേളപ്പൻ നിരാഹാരം അനുഷ്ഠിച്ചതും ബ്രാഹ്മണർ മാത്രം അടിച്ചിരുന്ന മണി പി കൃഷ്ണപിള്ള മുഴക്കിയതും സത്യാഗ്രഹത്തിൽ എടുത്തു പറയേണ്ടതാണ്. പക്ഷേ